ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മഞ്ജൂസ് മാത്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നവംബർ 30 നടത്തിയ തിരുവനന്തപുരം, കോട്ടയം, തൃശ്ശൂർ ജില്ലകളിൽ നടത്തിയ LGS എക്സാമിലെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ആദ്യത്തെ ചോദ്യം, ഒരു സംഖ്യ തന്നിട്ടുണ്ട്. 76, 54, 32, 5 എന്ന സംഖ്യയെ 11 കൊണ്ട് ഹരിക്കുമ്പോൾ ലഭിക്കുന്ന ശിഷ്ടം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ചോദ്യം എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ആ നമ്പർ ഒന്ന് എഴുതിയിടാം അല്ലേ. 76, 54, 32, 5. അപ്പോൾ ഇതിനെ 11 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ശിഷ്ടം എത്രയാണെന്നാണ് ചോദ്യം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിവിസിബിലിറ്റി റൂൾ അനുസരിച്ച് 11ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ എങ്ങനെയാണ്, നമ്മളെങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്. 11ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സംഖ്യകളിലെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഡിജിറ്റ്സ് തമ്മിൽ ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഡിഫറൻസ് കാണും. ആ കിട്ടുന്ന ആ ഡിഫറൻസ് എന്ന് പറയുന്നത് 0യോ 11ഓ ആയിരിക്കണം അല്ലേ. അങ്ങനെയാണ് നമ്മൾ ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 11 എന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കൂ, ഓൾട്ടർനേറ്റീവ് സംഖ്യ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഓൾട്ടർനേറ്റീവ് അല്ലേ. ഓൾട്ടർനേറ്റീവ് സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്യുന്നു. അപ്പോൾ 5ഉം 7ഉം 12ഉം 3ഉം 15ഉം 5ഉം 20 അല്ലേ. നെക്സ്റ്റ് ഓൾട്ടർനേറ്റീവ് എന്ന് പറയുമ്പോൾ 6ഉം 4ഉം പിന്നെ വരുന്നത് 3. 6ഉം 4ഉം 10, 10ഉം 2ഉം 12. അപ്പോൾ ഇത് തമ്മിൽ ഡിഫറൻസ് കാണുന്നു. ഡിഫറൻസ് കാണുമ്പോൾ എത്ര കിട്ടും? 8. 8ആണ് നമ്മുടെ ശിഷ്ടമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ വേറെ ഒന്നുമില്ല, 11ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതനുസരിച്ചിട്ട് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഡിജിറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യുന്നു. ദെൻ അതെന്ത് ചെയ്യുന്നു? നമ്മൾ മൈനസ് ചെയ്യുന്നു. മൈനസ് ചെയ്തിട്ട് കിട്ടുന്നത് ശിഷ്ടമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ശിഷ്ടം കാണാനായിട്ട് ആ കിട്ടുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ശിഷ്ടമായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഒരു സമഭുജ ത്രികോണത്തിൻ്റെ ചുറ്റളവ് 12.9 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സമഭുജ ത്രികോണം എന്ന് പറയുമ്പോൾ എന്താണ്? സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ ആ ത്രികോണത്തിൻ്റെ 3 വശവും എന്തായിരിക്കും? തുല്യമായിരിക്കും അല്ലേ. അപ്പോൾ ഒരു വശം A ആണെങ്കിൽ ആ 3 വശം എന്ത് തന്നെയായിരിക്കും? സെയിം ആയിരിക്കും, A തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ സമഭുജ ത്രികോണത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് എന്താണ്? 3A, അതായത് A + A + A, 3A ആണ് അതിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എത്രയാണ്? ചുറ്റളവ് എന്ന് പറയുന്നത് 12.9 സെൻറ്റിമീറ്റർ എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ നിന്നും A കണ്ടുപിടിച്ചൂടെ? A എന്ന് പറയുന്നത് എന്തായിരിക്കും? 12.9 ഡിവൈഡഡ് ബൈ 3 ആയിരിക്കും അല്ലേ. ഇനി ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഒന്നിലേൽ ഡയറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഡെസിമൽ വന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മുകളിലും താഴെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ പോയിൻ്റ് അങ്ങ് പോവും അല്ലേ. താഴെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 30 എന്ന് കിട്ടും. ഇനി നമുക്കിതിനെ ഡിവൈഡ് ചെയ്യാലോ. = 129 ഡിവൈഡഡ് ബൈ 30 പകരം 3 × 10 അല്ലേ. എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ എഴുതുന്നു. ഇനി നമുക്കിത് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 3 12, 9ൽ 3 തവണ = 43 ഡിവൈഡഡ് ബൈ 10 എന്ന് കിട്ടും. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? ഒരു സ്ഥാനം നീക്കിയിട്ട് പോയിൻ്റ് ഇടണം. അപ്പോൾ 4.3 എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഒരു സംഖ്യയിൽ നിന്നും 3/8 കുറച്ച് വീണ്ടും 1/8 കുറയ്ക്കുമ്പോൾ 5/12 കിട്ടുന്നു. ആദ്യത്തെ സംഖ്യ ഏത്? അതായത് ഒരു സംഖ്യയിൽ നിന്ന് എന്താണ് ചെയ്യുന്നത്? 3/8 കുറച്ചിട്ട് വീണ്ടും 1/8 കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 5/12 കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ സംഖ്യ, അതായത് ആ സംഖ്യയാണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പോൾ സംഖ്യ നമുക്ക് അറിയാത്ത സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ് ആണ് ആ സംഖ്യ എന്ന് വിചാരിക്കുന്നത് അല്ലേ. അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു? 3/8 കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും 1/8 കുറയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 5/12 ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ അല്ലേ. ഇനി ഇതിൽ നിന്നും എക്സ് കണ്ടാൽ മതി. = എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 5/12 അതേപോലെ എടുത്തെഴുതി. ഈ 3/8 അപ്പുറത്തോട്ട് വരുമ്പോൾ +3/8 ആവും. അതേപോലെ തന്നെ ഈ 1/8 അപ്പുറത്തോട്ട് വരുമ്പോൾ +1/8 ആവും അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതങ്ങ് ആഡ് ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ നമുക്കറിയാം 5/12 പ്ലസ് ഇവിടെ 8ആണ് LCM എടുക്കുന്നത് അല്ലേ. അപ്പോൾ 8 താഴെ ഇട്ടു, മുകളിൽ
3 3 4 അല്ലേ. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടും. അപ്പോൾ 5/12 പ്ലസ് 1/2. അപ്പോൾ ഈസ് ഈക്വൽ ടു ഇതിൽ 12 നമുക്ക് LCM ആയിട്ട് എടുക്കാം അല്ലേ. 12 LCM ആയിട്ട് എടുക്കുമ്പോൾ മുകളിൽ 5 വരും. മുകളിൽ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 ഈസ് ഈക്വൽ ടു 5 6 11/12. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. 1.25 മൈനസ് 0.25 ഡിവൈഡഡ് ബൈ 1.25 പ്ലസ് 0.75 ഇതിൻ്റെ വിലയാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യാം? 1.25 മൈനസ് 0.25 ഡിവൈഡഡ് ബൈ 1.25 പ്ലസ് 0.75 അല്ലേ. ഇനി നമുക്ക് 1.25 നിന്നും 0.25 മൈനസ് ചെയ്യണം അല്ലേ. നമുക്കറിയാം 1.25 നിന്നും 0.25 മൈനസ് ചെയ്യുമ്പോൾ 1 എന്ന് കിട്ടും മുകളിൽ, ഡിവൈഡഡ് ബൈ ഇനി 1.25 0.75 കൂടിയിട്ട് ആഡ് ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും? 2 എന്ന് കിട്ടും അല്ലേ. ഇതിപ്പോൾ നമുക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. അതായത് ഇത് 1.25 അതായത് 1/4, ഇതെന്ന് പറയുന്നത് 0.75 എന്ന് പറയുന്നത് 3/4 അല്ലേ. അപ്പോൾ രണ്ടും കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1/4 3/4 കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 1/2. 1/2 എന്ന് പറയുന്നത് ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിലെല്ലാം ഡെസിമൽ വെച്ചിട്ടാണ് തന്നിരിക്കുന്നത്. 1/2 എന്ന് പറയുന്നത് എത്രയാണ്? 0.5 ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം, തുടർച്ചയായ 5 സംഖ്യകളുടെ തുക 510, നടുവിലത്തെ സംഖ്യ എത്ര? അപ്പോൾ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് തുടർച്ചയായ 5 സംഖ്യകളുടെ തുക നമുക്ക് തന്നിട്ടുണ്ട് 510. അങ്ങനെയാണെങ്കിൽ നടുവിലത്തെ സംഖ്യ ആണല്ലോ കാണേണ്ടത്. നമ്മൾ എന്ത് ചെയ്താൽ മതി? നടുവിലത്തെ സംഖ്യ കാണാനായിട്ട് തുക ഡിവൈഡഡ് ബൈ സംഖ്യകളുടെ എണ്ണം ചെയ്താൽ മതി. എന്താണ്? തുക ഡിവൈഡഡ് ബൈ എണ്ണം ചെയ്താൽ മതി. തുക എന്ന് പറയുന്നത് 510 ആണ് അല്ലേ. ഡിവൈഡഡ് ബൈ സംഖ്യകളുടെ എണ്ണം 5 ആണ്. അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 1 0 2 102 എന്ന ആൻസർ കിട്ടും. പക്ഷേ നമ്മുടെ ഓപ്ഷനിൽ ആ ഒരു ആൻസർ ഇല്ല. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് 102 ആണ്. 2 ചതുരങ്ങളുടെ നീളങ്ങൾ യഥാക്രമം 12 സെൻറ്റിമീറ്ററും 10 സെൻറ്റിമീറ്ററും ആണ്. വീതി യഥാക്രമം 6 സെൻറ്റിമീറ്ററും 8 സെൻറ്റിമീറ്ററും ആണ്. അവയുടെ പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം എത്രയാണ്? നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് അംശബന്ധമാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ തന്നിട്ടുണ്ട്? 2 ചതുരങ്ങളുണ്ട്, അവയുടെ നീളങ്ങൾ തന്നിട്ടുണ്ട് 12 സെൻറ്റിമീറ്ററും 10 സെൻറ്റിമീറ്ററും, വീതിയും തന്നിട്ടുണ്ട് 6 സെൻറ്റിമീറ്ററും 8 സെൻറ്റിമീറ്ററും. പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധമാണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചോദ്യം എങ്ങനെയാണെന്ന് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ചതുരത്തിൻ്റെ നമുക്ക് ആദ്യം തന്നെ കാണാം അല്ലേ. അപ്പോൾ ഒന്നാമത്തെ ചതുരം നമുക്ക് കാണാം. ഇവിടെ നീളം എന്ന് പറയുന്നത് 12 തന്നിട്ടുണ്ട്, വീതി എന്ന് പറയുന്നത് 6 തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പരപ്പളവ് എങ്ങനെ കാണാം? നീളം ഇൻറ്റു വീതിയാണ് പരപ്പളവ്, അതായത് വിസ്തീർണം. അപ്പോൾ 12 × 6 ഈസ് ഈക്വൽ ടു 6 × 12 1 × 6 6 3 7 72 സെൻറ്റിമീറ്റർ ആണ് ഒന്നാമത്തെ ചതുരത്തിൻ്റെ പരപ്പളവ് അഥവാ വിസ്തീർണം എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ ചതുരത്തിൻ്റെ നമുക്ക് കാണാം. നീളം എന്ന് പറയുന്നത് 10 ആണ്, വീതി എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ ഇതിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് 10 × 8 ആണ് അല്ലേ, ഇസ് ഈക്വൽ ടു 80 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചതുരത്തിൻ്റെ പരപ്പളവ് കിട്ടി, രണ്ടാമത്തെ ചതുരത്തിൻ്റെ പരപ്പളവ് കിട്ടി. ഇനി ഇതിൻ്റെ അംശബന്ധമാണ് കാണേണ്ടത്. അംശബന്ധം എന്ന് പറയുമ്പോൾ എത്രയാണ്? 72:80 ആണ് അല്ലേ. ഇനി ഇങ്ങനെ എഴുതിയാൽ പറ്റില്ല, നമുക്ക് അതിനെ മാക്സിമം ചെറുതാക്കണം. അംശബന്ധം എന്ന് പറയുമ്പോൾ നമുക്കതിനെ മാക്സിമം ചെറുതാക്കണം. അപ്പോൾ ഇതിൽ ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ ക്യാൻസൽ ചെയ്യാണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 72 80 കോമൺ ആയിട്ട് 8 പോകും അല്ലേ. 8 9 72. അപ്പോൾ 9 8 80 എത്ര തവണ പോകും? 10 തവണ പോകും. അപ്പോൾ 9:10 എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, 2 × 5 × 7 × 4 × 2 × 5 × 7 എന്നതിൻ്റെ വർഗ്ഗമൂലം എത്ര? അപ്പോൾ ഒരു വലിയൊരു പ്രോഡക്റ്റാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിൻ്റെ വർഗ്ഗമൂലം സ്ക്വയർ റൂട്ടാണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ചെയ്ത് നോക്കാം. റൂട്ട് ഓഫ് 2 × 5 × 7 × 4 × 2 × 5 × 7 അല്ലേ. ഇനി നമുക്ക് ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് പൊസിഷനൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് എഴുതാം. ഇവിടെ ഇതിലും 2 ഉണ്ട്, ഇതിലും 2 ഉണ്ട്, അതിനെ ഒരുമിച്ച് എഴുതാം അല്ലേ. ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഈ 2 ഒരുമിച്ച് എഴുതി. ഇനി നമുക്ക് ഇവിടെ 5 ഉണ്ട്, ഇവിടെ 5 ഉണ്ട് അല്ലേ. ആ 5നെയും 5നെയും ഒരുമിച്ച് എഴുതി.
ഇനി എന്തുണ്ട്, ഇവിടെ 7 ഉണ്ട്, ഇവിടെ 7 ഉണ്ട് അല്ലേ. 7 × 7 അതിനും ഒരുമിച്ച് എഴുത്. പിന്നെ ഉള്ളത് 4 അല്ലേ. ഇസ് ഈക്വൽ ടു നമുക്കറിയാം 2 × 2 എന്ന് പറഞ്ഞാൽ എന്താണ്, 4 4ൻ്റെ റൂട്ട് എടുക്കുമ്പോൾ എത്ര കിട്ടും, അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിയാൽ മതി. 2 × 2 അതായത് 2ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ 2 തന്നെ കിട്ടും അല്ലേ. ഇനി ഇവിടെ 5 × 5 ആണ്, 5ൻ്റെ സ്ക്വയർ എന്നാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ 5ൻ്റെ സ്ക്വയർ എടുത്തിട്ട് അതിൻ്റെ റൂട്ട് എടുത്ത് കഴിഞ്ഞാൽ 5 തന്നെയല്ലേ കിട്ടുക. ഓക്കെ. ഇനി അതേപോലെ തന്നെ 7 × 7 ആണ്, 7ൻ്റെ സ്ക്വയറാണ്, അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ 7 തന്നെ കിട്ടും. ഇനി 4 4ൻ്റെ റൂട്ട് എടുക്കുമ്പോൾ എന്താണ്, 2 എന്ന് കിട്ടും. ഇസ് ഈക്വൽ ടു ഇനി ഇതെല്ലാം കൂട്ടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 5 × 2 10, 10 × 2 20, 20 × 7 140 എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, 1500 രൂപ പരസ്യ വിലയുള്ള ഒരു സാരി 8% ഡിസ്കൗണ്ടിൽ വിൽക്കുന്നു. അയാൾക്ക് 20% ലാഭം ലഭിക്കുന്നുവെങ്കിൽ സാരിയുടെ യഥാർത്ഥ വില എത്ര? എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? 1500 രൂപ പരസ്യ വിലയുള്ള ഒരു സാരിയാണ്, 8% ഡിസ്കൗണ്ടിലാണ് വിൽക്കുന്നത്. അയാൾക്ക് 20% ലാഭം ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സാരിയുടെ യഥാർത്ഥ വില കാണാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ചോദ്യം എങ്ങനെയാണ് ചെയ്യുക? ഇവിടെ 1500 രൂപ പരസ്യ വിലയുള്ള സാരി 8% ഡിസ്കൗണ്ടിലാണ് വിൽക്കുന്നത്. നമുക്കറിയാം 8% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് അത് മീൻ ചെയ്യുന്നത്? 8% കുറവ്. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറവ് എന്നാണല്ലോ അർത്ഥം. അപ്പോൾ എത്രയാണ്? 1500ൻ്റെ 8% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ 92% കണ്ടാൽ മതി അല്ലേ. മൊത്തം എത്രയാണ്? 100%. അതിൽ നിന്ന് 8% കുറയുന്നതെന്ന് പറഞ്ഞാൽ ബാക്കി 92 അല്ലേ. അപ്പോൾ 1500ൻ്റെ 92% എന്ത്? അയാൾ വിൽക്കുന്നത്. മനസ്സിലായല്ലോ. അതായത് 1500 × 92/100. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യുമ്പോൾ 15 × 92 നമുക്കത് കാണാം. 15 × 92, അത് 2 10, 2 1 3, 9 5 45, 9 4 13, 0 8 3 1, 1350 എന്ന് കിട്ടും. 1350. ഈ 1350 രൂപയ്ക്കാണ് അയാൾ വിൽക്കുന്നത്. ഓക്കെ. ഇനി നമുക്ക് തന്നിരിക്കുന്നത് അയാൾക്ക് 20% ലാഭം ലഭിക്കുന്നു എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ 20% ലാഭം ലഭിക്കുന്നു എന്ന് പറയാൻ വെച്ചാൽ യഥാർത്ഥ വില കാണണം. നമുക്ക് യഥാർത്ഥ വില അറിയില്ല, നമ്മൾ അതിനെ എക്സ് എന്ന് എടുക്കുന്നു. അപ്പോൾ യഥാർത്ഥ വില നമുക്ക് അറിയാത്തതുകൊണ്ട് എക്സ് എന്ന് എടുത്തു. ആ യഥാർത്ഥ വിലയിൽ നിന്നും 20% അയാൾക്ക് ലാഭം ലഭിക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മീൻ ചെയ്യുന്നത് എന്താണ്? യഥാർത്ഥ വിലയുടെ 120%. 20% ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120 × 120 / 100 എന്ന് പറയുന്നതാണ് ഈ ഒരു പ്രൈസ് 1380. അതായത് അയാൾക്ക് 20% ലാഭം ലഭിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ വില നമുക്ക് അറിയില്ല. ആ ഒറിജിനൽ വിലയുടെ 120/100 എന്ന് പറയുന്നതാണ് എന്ത്? ഈ വിറ്റത് അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എക്സ് കാണാമല്ലോ. എക്സ് എന്ന് പറയുന്നത് 1380 × 100 ഓൾ / 120. ഇനി ഇത് ക്യാൻസൽ ചെയ്യാം. ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 5, ഇവിടെ 6 എന്ന് കിട്ടും. 6 13 2 3 0 is equal to 0 I 3 15, I 2 10, 1 11. 1150 രൂപയാണ് യഥാർത്ഥ വില എന്ന് കിട്ടും. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, +8 × +12 ഹരിക്കണം +4 × -6 എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വില നമുക്ക് കാണണം അല്ലേ. നമ്മൾ ബോർഡ് മാസ് റൂൾ വെച്ചിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ആദ്യം എന്താ തന്നിരിക്കുന്നത്? +8 × +12 ഹരിക്കണം +4 × -6. ഇതിൻ്റെ വിലയാണ് നമുക്ക് കാണേണ്ടത് അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ ബോർഡ് മാസ് റൂൾ വെച്ചിട്ട് എന്താണ് ചെയ്യുന്നത്? ഡിവിഷനാണ് ആദ്യം ചെയ്യുന്നത് അല്ലേ. അപ്പോൾ +8 8 അല്ലേ. 8നെ അങ്ങനെ തന്നെ എടുത്ത് എഴുതാം. +12 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ×12 ഹരിക്കണം +4 4 × -6 ഇസ് ഈക്വൽ ടു നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഡിവിഷൻ ആണല്ലോ അല്ലേ. 12 ഹരിക്കണം 4 എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ 3 എന്ന് കൊടുത്തു. ×-6 ഇസ് ഈക്വൽ ടു n3 24 × -6 ഇസ് ഈക്വൽ ടു -24 × 6 എന്ന് പറയുന്നത് എത്രയാണ്? 6 4 24, ബാക്കി 2, 6 2 12, 2 14. ആൻസർ എന്ന് പറയുന്നത് -144 ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, 160 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ
200 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളെ 8 സെക്കൻഡ് കൊണ്ട് മറികടക്കുന്നു. പ്ലാറ്റ്ഫോം കടന്നു പോകുന്നതിന് ട്രെയിൻ എടുത്ത സമയം എത്ര? നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് സമയമാണ് അല്ലേ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? 160 മീറ്റർ നീളമുള്ള ട്രെയിൻ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈമാണ് അല്ലേ. അതായത് വേഗത എന്ന് പറയുന്നത് ദൂരം ഡിവൈഡഡ് ബൈ സമയമാണ് അല്ലേ. അപ്പോൾ നമ്മൾക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 160 മീറ്റർ നീളമുള്ള ട്രെയിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് തന്നെ നമുക്ക് സ്പീഡ് കാണാം. അതിന് വേണ്ടിയിട്ട് 160 ഡിവൈഡഡ് ബൈ ടൈം 8 സെക്കൻഡാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് ഡിവൈഡ് ചെയ്യുമ്പോൾ 20 മീറ്റർ പെർ സെക്കൻഡാണ് സ്പീഡ് എന്ന് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് തന്നിരിക്കുന്നത് 200 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളെ 8 സെക്കൻഡ് കൊണ്ട് മറികടക്കുന്നത് തന്നിട്ടുണ്ട്. പ്ലാറ്റ്ഫോം കടന്നു പോകുന്നതിന് ട്രെയിൻ എടുത്ത സമയമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പ്ലാറ്റ്ഫോം കടന്നു പോകാനായിട്ട് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആദ്യം ട്രെയിനിൻ്റെ നീളമുണ്ട് ഇവിടെ അല്ലേ. 160 എന്ന് പറയുന്നത് ട്രെയിനിൻ്റെ നീളമാണ്. പിന്നെ പ്ലാറ്റ്ഫോമിൻ്റെ നീളവും തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ പ്ലാറ്റ്ഫോമിനെ കടന്നു പോകണം അല്ലേ. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 160/200. 160 + 200. ഇത് രണ്ടും കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 360 മീറ്ററാണ് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ടൈമാണ് കാണേണ്ടത്. ടൈം എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡാണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം 360 നമുക്ക് കിട്ടി അല്ലേ. പ്ലാറ്റ്ഫോം കടന്നു പോകണം. ഡിവൈഡഡ് ബൈ സ്പീഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, കണ്ടുപിടിച്ചിട്ടുണ്ട് 20. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 360/20 എന്ന് കിട്ടും. ക്യാൻസൽ ചെയ്യുമ്പോൾ 0 0 ക്യാൻസൽ ചെയ്തു. 2 36 18 തവണ 18 സെക്കൻഡാണ് ടൈം എന്ന് കിട്ടും. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ആണ് സോൾവ് ചെയ്തത്. ബാക്കി 10 ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക്